Hello everyone, welcome to Nafi the Educator. It's me and Nafi. Yes, നിങ്ങളുടെ +1 റിസൾട്ട് വന്നിട്ടുണ്ട്. +1 റിസൾട്ടിന്റെ റീവാലുവേഷൻ ഡേറ്റ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യം 2-3 കാര്യങ്ങൾ കമന്റ് ചെയ്യുക. ഒന്ന്, നിങ്ങൾ +1ൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് റീവാലുവേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആദ്യം നിങ്ങൾ കമന്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് +1ൽ നിങ്ങൾക്ക് വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം കമന്റ് ചെയ്യുക. മൂന്നാമത് +1 റീവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി കമന്റ് ചെയ്യുക. അപ്പോൾ +1 റീവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് തരാനാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സ്കൂളിൽ ഓഫ്ലൈനായിട്ട് നിങ്ങളുടെ HM അല്ലെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ കയ്യിലാണ് നിങ്ങൾ എന്ത് കൊടുക്കേണ്ടത്, റീവാലുവേഷൻ്റെ ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, റീവാലുവേഷൻ ഫോം കിട്ടും. ആ റീവാലുവേഷൻ ഫോം നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് നിങ്ങൾ സ്കൂൾ HMനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സബ്മിറ്റ് ചെയ്യേണ്ടത്. ജൂൺ 10 ചൊവ്വാഴ്ച വരെയാണ് റീവാലുവേഷന് നിങ്ങൾ കൊടുക്കേണ്ട ഡേറ്റ്. ജൂൺ 10 ചൊവ്വാഴ്ചക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സ്കൂൾ HMന് മുന്നിൽ ആ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കണം. ബാക്കി ഡ്യൂട്ടിയൊക്കെ HMൻ്റെ ഡ്യൂട്ടിയാണ്, ബാക്കി 30 ചെയ്തോളും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രിൻസിപ്പൾ, നിങ്ങൾ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളാണ് HM അല്ലേ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളിൻ്റെ മുന്നിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ റീവാലുവേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ ആരും നോക്കിക്കോളും, നിങ്ങളുടെ പ്രിൻസിപ്പൾ നോക്കിക്കോളും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് റീവാലുവേഷൻ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ എണ്ണത്തിന് പരിധിയില്ല. നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് വേണമെങ്കിലും എന്ത് കൊടുക്കാം, റീവാലുവേഷന് കൊടുക്കാം. ഒരു സബ്ജക്റ്റിന് 500 രൂപയാണ് റീവാലുവേഷൻ വരുന്നത്. അപ്പോൾ 500 രൂപയാണ് എന്തിന് വരുന്നത്, റീവാലുവേഷന് വരുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ പല കുട്ടികളുടെയും ഡൗട്ടാണ്, റീവാലുവേഷൻ ചെയ്ത് മാർക്ക് കുറഞ്ഞാൽ അത് പ്രശ്നമുണ്ടോ? ഒരിക്കലും പ്രശ്നമില്ല. നിങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ള മാർക്ക് ഏതാണോ അതാണ് പരിഗണിക്കുക. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിലോ, നിങ്ങൾക്ക് നമ്മൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ ഇപ്പോൾ 80-ൽ 65 മാർക്കാണ് ഉള്ളത് വിചാരിക്കുക. നിങ്ങൾ റീവാലുവേഷൻ നടത്തിയിട്ട് അത് കിട്ടിയ മാർക്ക് 80-ൽ 63 ആയിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതലുള്ള മാർക്ക് ഏതാണോ അതാണ് റീവാലുവേഷനിൽ നോക്കുക. അതായത് ഏറ്റവും കൂടുതലുള്ള മാർക്ക് ഏതാണോ അതായിരിക്കും നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ ഉണ്ടാവട്ടെ. അപ്പോൾ ഒരു റീവാലുവേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാലും പ്രശ്നമില്ല. ഏറ്റവും കൂടുതലുള്ള മാർക്ക് ഏതാണോ അതായിരിക്കും നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റുക, ഗ്രേഡ് കാർഡിൽ കാണാൻ പറ്റുക. ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം ഓർത്ത് വെക്കുക. അപ്പോൾ റീവാലുവേഷൻ ചെയ്ത് മാർക്ക് കുറഞ്ഞാൽ ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങൾ ധൈര്യമായിട്ട് റീവാലുവേഷൻ കൊടുത്തോ. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് ഇതിനേക്കാൾ മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് റീവാലുവേഷൻ കൊടുത്തോ. റീവാലുവേഷൻ കൊടുത്ത് മാർക്ക് കുറഞ്ഞാലും നോ പ്രോബ്ലം. ഏറ്റവും കൂടുതലുള്ള മാർക്ക് ഏതാണോ അതാണ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഗ്രേഡ് കാർഡിൽ എന്ത് ചെയ്യുക, പരിഗണിക്കുക. പിന്നെ റീവാലുവേഷൻ റിസൾട്ട് എന്നുള്ള കാര്യത്തിൽ അറിയില്ല. എന്തായാലും 10 നിങ്ങൾ ഇത് ഫോം ചെയ്തതിന് ശേഷം നിങ്ങളുടെ HMമാർക്ക് പിന്നെയും ഒരു 3 ദിവസം 13 വരെ ഉണ്ട്. അതിനുശേഷം മിക്കവാറും ഒരു ജൂൺ അവസാനത്തോടു കൂടിയായിരിക്കും റീവാലുവേഷൻ്റെ വാല്യൂഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം റീവാലുവേഷൻ റിസൾട്ട് എന്ത് വരുള്ളൂ. അപ്പോൾ മിക്കവാറും ഒരു ജൂലൈയിലൊക്കെ നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചാൽ മതി, റീവാലുവേഷൻ റിസൾട്ട് പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു സബ്ജക്റ്റിന് 500 രൂപയാണ് നിങ്ങൾക്ക് റീവാലുവേഷന് വരിക എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാനൊരു നോട്ടിഫിക്കേഷൻ നോക്കാം. റീവാലുവേഷൻ നോട്ടിഫിക്കേഷൻ ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫീസ് എത്രയാണ് വരുന്നത്. ഞാൻ പറഞ്ഞു റീവാലുവേഷൻ 500 രൂപയാണ്. സ്ക്രൂട്ടിനി അഥവാ സൂക്ഷ്മ പരിശോധന. ഈ സ്ക്രൂട്ടിനി അഥവാ സൂക്ഷ്മ പരിശോധന പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ ആൻസർ പേപ്പറിൽ മാർക്കുകൾ ഒന്ന് കൂട്ടിയിട്ട് മാർക്ക് കൂട്ടിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒന്നാണ് എന്ത്, സ്ക്രൂട്ടിനി അഥവാ സൂക്ഷ്മ പരിശോധന. അതിന് 100 രൂപയാണ് വരുന്നത് കേട്ടോ. റീവാലുവേഷൻ പറഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ ഒന്നുകൂടി എന്ത് ചെയ്യുക, വാല്യൂ ചെയ്യുന്നതാണ് എന്ത്, റീവാലുവേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഫോട്ടോ കോപ്പി ഉണ്ട്, നിങ്ങളുടെ ആൻസർ പേപ്പറിന് ഒരു ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് കിട്ടും. അതിന് 300 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ HMൻ്റെ അടുത്ത് പോയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റീവാലുവേഷൻ അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്, അതായത് പിന്നെ റീവാലുവേഷന് മാർക്ക് കൂടിയാൽ നിങ്ങൾക്ക് ആൻസർ പേപ്പർ നിങ്ങൾ അടച്ച പണം തിരിച്ച് കിട്ടുമെന്നുള്ളത് അത് കിട്ടും കേട്ടോ. 10% മാർക്ക് നിങ്ങൾക്ക് കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അടച്ച പണം നിങ്ങൾക്ക് എന്ത് ചെയ്യും, തിരിച്ചു കിട്ടും. റീവാലുവേഷനിൽ 10% മാർക്ക് കൂടുകയാണെങ്കിൽ നിങ്ങൾ അടച്ച പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. പക്ഷേ റീവാലുവേഷൻ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ജൂലൈയിലാണ് റീവാലുവേഷൻ റിസൾട്ട് വരിക. അപ്പോൾ റീവാലുവേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ സ്കൂളിൽ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ സെറ്റാക്കുക. 10% മാർക്ക്, അതായത് ഇപ്പോൾ ഏകദേശം ഒരു 5-6 മാർക്കൊക്കെ അധികം കൂടിയാൽ മാത്രമേ നിങ്ങൾക്ക് പണം തിരിച്ചു കിട്ടും എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു അറിവ് +1 റീവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ നിങ്ങളോട് കണ്ടിട്ടുണ്ടാകും. ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ റീവാലുവേഷൻ്റെ അപ്ലൈ ചെയ്യാൻ ഡേറ്റ് ആരംഭിച്ചിട്ടുണ്ട് 10 വരെയുള്ള ദിവസം 500 രൂപയാണ് വരുന്നത്. എത്ര സബ്ജക്റ്റ് വേണം റീവാലുവേഷൻ കൊടുക്കുക. റീവാലുവേഷൻ കൊടുത്താൽ ഒരിക്കലും മാർക്ക് കുറയില്ല എന്നുള്ളൊരു കാര്യം കൂടി ഓർത്ത് വെക്കുക. 10% മാർക്ക് കൂടുകയാണെങ്കിൽ നിങ്ങൾ അടച്ച പണം തിരിച്ചു കിട്ടും. മിക്കവാറും ജൂലൈയിലായിരിക്കും റീവാലുവേഷൻ്റെ റിസൾട്ട് വരിക. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതുകൊണ്ട് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.